ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, യെശയ്യായുടെ പുസ്തകം 49 അധ്യായത്തിന്റെ 14 15 തിരുവചനങ്ങൾ നന്നായിട്ട് അറിയുന്ന തിരുവചനമാണ്. സിയോൻ പറഞ്ഞു, എന്റെ കർത്താവ് എന്നെ മറന്നു കളഞ്ഞു, എന്റെ കർത്താവ് എന്നെ ഉപേക്ഷിച്ചു. നമ്മൾ ഈ മനുഷ്യരിലേക്ക് നോക്കി എന്നെ എന്റെ സുഹൃത്ത് സഹായിക്കും, അപ്പനും അമ്മയും കൂടെ കാണും, സഹോദരങ്ങൾ കൂടെ കാണും എന്നൊക്കെ കരുതിയിരിക്കുമ്പോൾ അവരൊന്നും ഇല്ലാത്തൊരു സമയത്ത് എന്റെ നിങ്ങളുടെ ഒരു വലിയ പ്രതീക്ഷ ആരില്ലെങ്കിലും കർത്താവ് കാണുമെന്നുള്ളതാണ്. എന്നാൽ ജീവിതത്തിൽ വല്ലാതെ സങ്കടം കുന്നോളം കൂടി ഞാനും നിങ്ങൾ നിരാശയിലേക്ക് പോയി കഴിയുമ്പോൾ പലപ്പോഴും ദൈവത്തോട് പോലും നമ്മൾ ചോദിക്കും, അപ്പാ നീയും എന്നെ കൈവിട്ടോ, നിനക്കും എന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ? യെശയ്യാ പറയുകയാണ് അടുത്ത വചനത്തിലൂടെ, മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല, എന്റെ ഉള്ളം കയ്യിൽ നിന്റെ പേര് ഞാൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഐ വോണ്ട് ഫോർഗെറ്റ് യു. ഈശ്വരൻ ഏറ്റവും പ്രിയമുള്ളവരെ, ഇന്ന് ഈ വചനം നിങ്ങളെ വല്ലാതെ ആശ്വസിപ്പിക്കണം. നിങ്ങളെ ചങ്ക് സ്നേഹിക്കുന്നത് പോലെ നിങ്ങളെ സ്നേഹിക്കാൻ, നിങ്ങളെ സുഹൃത്തുക്കൾ നിങ്ങളെ കരുതുന്ന പോലെ നിങ്ങളെ കരുതാൻ, അപ്പനും അമ്മയും മറന്നാലും മറക്കാത്തൊരു ദൈവം ഭൂമിയിൽ നിനക്ക് വേണ്ടി പിറക്കാൻ പോകുന്നു. ഇന്ന് ഈ വചനം കേൾക്കുന്ന നിനക്ക് വേണ്ടി നിന്റെ ഒരു ദൈവം ഈ ഭൂമിയിൽ പിറക്കാൻ പോകുന്നു. അമ്മ മറന്നാലും മറക്കാത്തൊരു സ്നേഹമായി ഒരു ദൈവം നിന്റെ സമീപത്തുണ്ടെന്ന് നിനക്ക് ബോധ്യമാകട്ടെ. ഒരു വാഗ്ദാനം പോലെ നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ.